ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ബാർസ. ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് ബാർസയുടെ പുതിയ മാനേജറായ സാവി ഹെർണാണ്ടസിനെ കുറിച്ചാണ്. നിലവിൽ സാവിയുടെ അണ്ടറിൽ ബാർസയുടെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ നടന്നു. ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ബാർസ ബി താരങ്ങളായ യുൽഗ കോമസ്, മീക്ക മാർമോൾ, ആൽവായോ സാൻസ്, എബ്ഡെ സെൽസൽ, അറാൻഡ, ഇലൈസ അക്കോമി എന്നീ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ട്രെയിനിങ് സെഷന് ശേഷം രണ്ടാമത്തെ ട്രെയിനിങ് സെഷനിൽ ഇലൈസ അക്കോമി, അർണ കോമസ്, എബിഡി സെൽസൽ, ഫെറാൻ യുൽഗ എന്നീ 4 ബാർസ ബി താരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ താരങ്ങളാണ് സാവിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ താരങ്ങൾ ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ സാവി ബാർസ കോച്ചായിട്ട് വന്ന സമയം മുതൽ സാവിക്ക് വേണ്ടപ്പെട്ട കോച്ചിങ് സ്റ്റാഫ്സിനെയാണ് ബാർസ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ സാവിക്ക് 2 അസിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് ഓസ്കാർ ഹെർണാണ്ടസ്, മറ്റൊന്ന് സെർജിയോ അലഗ്രി. പിന്നെ ഫിറ്റ്നസ് കോച്ചായിട്ട് വന്നിരിക്കുന്നത് ഇവാൻ ടോറസ് ആണ്. മാച്ച് അനലിസ്റ്റ് ആയിട്ട് 2 ആൾക്കാരാണ് വന്നിരിക്കുന്നത്, ഡേവിഡ് പ്രാറ്റ്സ്, ടോണി ലോബോ. പിന്നെ ഒപ്പോണന്റ് അനലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെർജിയോ ഗാർസിയാണ്. പിന്നെ ബാർസയുടെ പുതിയ ഫിസിയോതെറാപ്പിസ്റ്റ് കാർലോസ് നുഗേറയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാഫ്സ് എല്ലാവരും തന്നെ അൽ സദാദിൽ സാവിയുടെ കൂടെ ഉണ്ടായ സ്റ്റാഫ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഗോൾ കീപ്പർ കോച്ചായ ഹോസോ ഡെല ഫുവാൻഡേനെയൊന്നും മാറ്റുന്നില്ല. പിന്നെ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടുള്ള സിൽവ ട്രിമോലോഡേനെയും മാറ്റുന്നില്ല. പക്ഷെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാഫ്സിനെയും കോച്ചിങ് സ്റ്റാഫ്സിനെയും മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ബാർസയുടെ ക്ലബ് ഡോക്ടറായ ലൂയിസ് ടില്ലിനെ മാറ്റിയിട്ട് ഡോക്ടർ പ്രൂണോനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബാർസ ബോർഡ്. ഇദ്ദേഹം ബാർസയിൽ ഏകദേശം 25 വർഷത്തോളം ക്ലബ് ഡോക്ടറായിട്ടുണ്ടായിരുന്നു. സാവി വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടിയാണ്. എന്തായാലും ഈ അടുത്ത് തന്നെ ഡോക്ടർ പ്രൂണോ ബാർസയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും ഡോക്ടർ പ്രൂണോ ബാർസയിലേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാവി ഈ അടുത്തൊരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാർസയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും ഓർഡേഴ്സും ഒക്കെ ഉണ്ടായ സമയത്ത് ബാർസയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഔട്ട്പുട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷേ എപ്പോഴാണ് ഓർഡേഴ്സോ കാര്യങ്ങളോ ഇല്ലാതെ നിന്നത് അന്ന് ബാർസയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൂയിസ് എൻട്രിക്ക് ബാർസ കോച്ചായിട്ട് നിന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്ലേയേഴ്സിന് ട്രെയിനിങ് സെഷനിലേക്ക് ലേറ്റ് ആയിട്ട് വരാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ വന്നാൽ പ്ലേയേഴ്സ് ഫൈൻ അടക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വാൽവേർദെ ബാർസ കോച്ചായിട്ട് വന്ന സമയം മുതൽ പ്ലേയേഴ്സ് ലേറ്റ് ആയിട്ട് ട്രെയിനിങ് സെഷനിൽ വന്നാലും ആ ഒരു ഫൈനും കാര്യങ്ങളൊന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക കാര്യങ്ങളും അത്ര വലിയ കാര്യമാക്കാത്ത രീതിയിലേക്ക് പോയി. ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ നടത്താത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പണ്ട് ഫ്രാങ്കി ബാർസയിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാൽവേർദയുടെ അണ്ടറിലുണ്ടായ ആ ഒരു റൂട്ടീനായിരുന്നു പിന്നെ വന്ന കോച്ചായ കീക്കെ സെറ്റിനും റൊണാൾഡ് കുമാനും യൂസ് ചെയ്തത്. എന്നാലും റൊണാൾഡ് കുമാൻ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്ലേയേഴ്സ് ഓൺ ടൈമിൽ ബാർസയുടെ ട്രെയിനിങ് സെഷനിൽ എത്തണം, ഒരിക്കലും ലേറ്റ് ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചില താരങ്ങൾ ഓൺ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ലേറ്റ് എടുത്ത് പറയേണ്ടത് ഡെമ്പലെ ആയിരുന്നു. ഡെമ്പലെ കുറേ വൈകിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു അവസാനം ഇടാൻ വേണ്ടിയിട്ട് സാവി ബാർസയിൽ പുതിയ റൂൾസ് വെക്കുന്നുണ്ട്. അതായത് പ്ലേയേഴ്സിന് ഇനി മുതൽ ട്രിപ്പ് ഉണ്ടാവില്ല, പിന്നെ ട്രെയിനിങ് സെഷൻ്റെ അവേഴ്സ് വർദ്ധിപ്പിക്കും, പിന്നെ പേഴ്സണൽ ട്രെയിനിങ് എല്ലാം ബാൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഉംടിറ്റി കഴിഞ്ഞ പ്രീ സീസൺ മുതൽ പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തലാക്കാനാണ് സാവി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്ലേയേഴ്സ് ട്രെയിനിങ്ങിന് 1.5 മണിക്കൂർ മുമ്പേ ബാർസയിൽ എത്തണം എന്നൊരു റൂളുണ്ട്. പിന്നെ പ്ലേയേഴ്സ് ഫോൺ ഉപയോഗിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല പ്ലേയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും ലഞ്ച് കഴിക്കുന്ന സമയത്തൊക്കെ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ഒരുമിച്ചായിരിക്കണം കഴിക്കേണ്ടത്. അതും ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന പ്രോപ്പർ ഡയറ്റ് അനുസരിച്ച്. അപ്പോൾ ഇതേപോലത്തെ കുറേ റൂൾസ് സാവി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു റൂൾ പെട്ടെന്ന് പ്ലേയേഴ്സിന് ഡൈജസ്റ്റ് ആണെന്നില്ല. പക്ഷെ പതിയെ ആണെങ്കിൽ പ്ലേയേഴ്സ് അതിലേക്ക് അഡ്ജസ്റ്റ് ആവുന്ന ഉറപ്പാണ്. പിന്നെ സാവിയുടെ വേറൊരു മെയിൻ എയിം എന്ന് വെച്ചാൽ ഡെമ്പലേനെ ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തിക്കുക എന്നാണ്. തോമസ് ടൂഷലിൻ്റെ അണ്ടറിൽ ഡെമ്പലെ എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്ക് ഡെമ്പലേനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സാവി ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ എന്തായാലും ഡെമ്പലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി മുതൽ ഡെമ്പലേക്ക് അത്ര വലിയ ഇഞ്ചുറിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, ലൂയിസ് റോഹോയുടെ റിപ്പോർട്ട്സ് പ്രകാരം ലൂക്ക് ഡിയോങ് ഈ വരുന്ന വിൻ്റർ ട്രാൻസ്ഫറിൽ സെവിയയിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു താരം സാവിയുടെ പ്ലാനില്ലാത്തൊരു പ്ലെയറാണ്. പിന്നെ ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ ഡീൽ വഴി ബാർസ ഒരു ഫോർവേഡിന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ ബാർസ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്: റഹീം സ്റ്റെർലിംഗ്, എഡിസൺ കവാനി, ടീമോ വേർണർ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ടീമോ വേർണർ ബാർസയിലേക്ക് വരുന്നതാണ് ബെറ്റർ. ശരിയാണ്, താരം വൻ ഫോമിലൊന്നുമല്ല, പക്ഷെ എന്നാലും ഹോപ്പ് ഉണ്ട് താരം സാവിയുടെ അണ്ടറിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന്. വേർണറിൻ്റെ സ്പീഡ് സാവിയുടെ സിസ്റ്റത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ആര് ബാർസയിലേക്ക് വരുമെന്ന്. പിന്നെ മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് സാമുൽ ഉംടിറ്റിനെ ബെൻഫീക്ക ലോൺ ഡീൽ വഴി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉംടിറ്റിക്ക് ബാർസ വിടാൻ താല്പര്യമില്ല. കാരണം താരത്തിൻ്റെ പ്രതീക്ഷയുണ്ട്, അതായത് സാവിയുടെ അണ്ടറിൽ ഒരു പ്രോപ്പർ പ്ലേയിങ് ടൈം ലഭിക്കുമെന്ന്. അതുകൊണ്ട് ബെൻഫീക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫർ വന്നാൽ തന്നെ ഉംടിറ്റി ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും കണ്ടറിയാം. നാലാമത്തെ അപ്ഡേറ്റ്, ടോണി ജുവാൻ മാർട്ടിയുടെ റിപ്പോർട്ട്സ് പ്രകാരം ട്രിങ്കാവിനെ ബാർസയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാവി ആവശ്യപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ട്രിങ്കാവ് വൂൾസിലേക്ക് ലോൺ ഡീൽ വഴി പോയത്. അതുമാത്രമല്ല ആ ഒരു ലോൺ ഡീലിൽ ഒരു ബൈ ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ വൂൾസ് ആ ഒരു ബൈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിങ്കാവ് തീരുമാനിക്കണം ബാർസയിലേക്ക് വരണോ വേണ്ടയോ എന്ന്.
കാരണം ആ ഒരു ബൈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്താലും താരം ആ ഒരു കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ വൂൾസിന് താരത്തെ സ്വന്തമാക്കാൻ പറ്റൂ. എന്തായാലും ട്രിങ്കോ ബാർസയിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും കണ്ടറിയാം. 5ാമത്തെ അപ്ഡേറ്റ് ഡാനി അൽവസിനെ കുറിച്ചാണ്. നിലവിൽ BR ഫുട്ബോൾ പോലും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, അതായത് ഡാനി അൽവസ് ബാർസയിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഡാനി അൽവസിൻ്റെ തിരിച്ചുവരവ് സാവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സാവിക്ക് താരത്തെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഡാനി അൽവസിനെ ബാർസ ബോർഡ് സൈൻ ചെയ്യും. നിലവിൽ വന്ന റിപ്പോർട്ട്സ് പ്രകാരം സാവിക്ക് ഡാനി അൽവസിനെ പോലത്തെ ഒരു ലീഡറിന് ബാർസയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഡാനി അൽവസ് ബാർസയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നിലവിൽ ഡാനി അൽവസ് ഫ്രീ ഏജന്റ് ആണെങ്കിലും താരത്തിന് ഇപ്പോഴൊന്നും സൈൻ ചെയ്യാൻ സാധിക്കില്ല. താരത്തിന് ഈ വരുന്ന വിന്റർ ട്രാൻസ്ഫറിൽ മാത്രമേ സൈൻ ചെയ്യാൻ സാധിക്കൂ. കാരണം ലാലിഗയുടെ റൂളാണ് ഫ്രീ ഏജന്റ് ആണെങ്കിലും വിന്റർ ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ സമ്മർ ട്രാൻസ്ഫറിലോ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ Sport 3 റിപ്പോർട്ട്സ് പ്രകാരം ഡാനി അൽവസിന് ഈ വരുന്ന വിന്റർ ട്രാൻസ്ഫറിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾ ഉള്ളതുകൊണ്ട് ലാലിഗ ഈ ഒരു സൈനിങ് ബ്ലോക്ക് ചെയ്യും. ഇനി അഥവാ താരം €1 കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ പോലും തന്നെ ലാലിഗ അത് അപ്രൂവ് ചെയ്യില്ല. പകരം താരത്തിന് ഹൈ ആയിട്ടുള്ള സാലറി നൽകിയാൽ മാത്രമേ ലാലിഗ അപ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മറ്റുള്ള ട്രാൻസ്ഫേഴ്സിനും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ലാലിഗ ഡാനി അൽവസിന് ഒരു മിനിമം സാലറി പ്രഖ്യാപിക്കും. അതും ഡാനി അൽവസിന്റെ കഴിഞ്ഞ 6 സീസണിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡാനി അൽവസ് ഡീൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ലാലിഗ ബോർഡ് ഈ ഒരു സൈനിങ് ബ്ലോക്ക് ചെയ്യുന്നത്? ഇവിടെ പ്ലെയറിന് പ്രശ്നമില്ല, ബോർഡിന് പ്രശ്നമില്ല, പിന്നെ എന്തിനാണ് ലാലിഗ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത്? പ്ലെയറിന് €1 ആണെങ്കിൽ €1 മതി എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം താരത്തിന് ക്ലബിൽ കളിക്കണം എന്ന ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ ലാലിഗ ബോർഡ് അത് ബ്ലോക്ക് ചെയ്യുന്നു. ലാലിഗ ബോർഡിന് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു പാൻഡമിക് കാരണം ബാർസക്ക് വലിയൊരു ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബാർട്ടോമി ബോർഡ് കാരണം ബാർസ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. മെസ്സി പോയതുകൊണ്ട് ബാർസക്ക് 300 മില്യൺ അടുത്തുള്ള ഒരു ഫണ്ട് നഷ്ടമായിട്ടുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാനാണ് ലാലിഗ ബോർഡ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ക്ലബിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും ശരി, നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ലപ്പോർട്ട ഒരിക്കലും ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂള് ബ്രേക്ക് ചെയ്യാൻ നിൽക്കില്ല. അതുമാത്രമല്ല വലിയൊരു സാലറി നൽകിയിട്ട് ഡാനി അൽവസിനെ കൊണ്ടുവരാൻ ബാർസ ബോർഡ് ശ്രമിക്കില്ല. മിക്കവാറും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും ഡാനി അൽവസ് ബാർസയിലേക്ക് വരാൻ പോകുന്നത്. 6ാമത്തെ അപ്ഡേറ്റ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട്സ് പ്രകാരം ബാർസയുടെ ടെക്നിക്കൽ സെക്രട്ടറിയായ റാമോൺ പ്ലാനസ് ക്ലബ്ബ് വിടണമെന്ന് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 30 റാമോൺ പ്ലാനസിന്റെ ബാർസയായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നത്. ഇദ്ദേഹം ബാർസയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബാർസ ബോർഡ് ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടുണ്ടാകുമായിരുന്നു. എന്തായാലും ബാർസ ബോർഡ് റാമോൺ പ്ലാനസിനെ ബ്ലോക്ക് ചെയ്യില്ല. അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാനുള്ള പെർമിഷൻ എന്തായാലും നൽകിയിരിക്കും. റാമോൺ പ്ലാനസിന് അണ്ടറിലായിരുന്നു പെഡ്രി, മറോഹോ ഒക്കെ ബാർസയിൽ വന്നത്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമായിരുന്നു ഗ്യാവിക്ക് ഫസ്റ്റ് ടീമിന്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയാണ് കുമാൻ ഗ്യാവിക്ക് ഫസ്റ്റ് ടീം ആക്ഷൻ നൽകുന്നത് തന്നെ. അപ്പോൾ റാമോൺ പ്ലാനസ് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ ടെക്നിക്കൽ സെക്രട്ടറിയുടെ ആ ഒരു റോളും ഏറ്റെടുക്കും. ഇനി അല്ലെങ്കിൽ ബാർസ പുതിയൊരു ടെക്നിക്കൽ സെക്രട്ടറിനെ കൊണ്ടുവരും. നിലവിൽ ആൽബർട്ട് റോഗിന്റെ റിപ്പോർട്ട്സ് പ്രകാരം ലപ്പോർട്ട ഇലക്ഷന്റെ സമയത്ത് അയാക്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഓവർമാസ്, ബുർസിയ ഡോട്ട്മന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ മൈക്കിൾ ജോർക്ക് ഇവരൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പിന്നെ ചില റൂമേഴ്സ് വരുന്നുണ്ട്, അതായത് പ്യൂളും ആ റോളിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ അടുത്ത് തന്നെ പുതിയൊരു ടെക്നിക്കൽ സെക്രട്ടറി ബാർസയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ അണ്ടിൽ ദെൻ വിസ്കാൽ ബാർസ.